ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കാണേണ്ട ഒരു പ്രശ്നമാണ് സോഷ്യൽ ആൻസൈറ്റി അഥവാ സാമൂഹിക ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ അത്ര ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതിനെ സോഷ്യൽ ഫോബിയ എന്നും മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വല്ലാത്തൊരു പേടി, ഭയം, ഉത്കണ്ഠ ഇവ ഉണ്ടായി കാണാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജിലാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്, സ്റ്റേജസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ ലക്ഷണം നോക്കാം. ലക്ഷണം നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഒരു കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പിറ്റേ ദിവസം ക്ലാസ്സിൽ ഒരു സെമിനാർ ആ ഒരു രീതിയിൽ എടുക്കണം. നോർമലായിട്ടുള്ള കുട്ടികൾക്ക് പേടി ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ഇത്തരം കാറിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, തലേന്ന് ആ ഒരു പേടി, ടെൻഷനൊക്കെ ഉണ്ടായി വരിക, ശരീരമാസകലം വേദനിക്കുന്ന പോലെ തോന്നുക, പനി, ആ ഒരു എന്താ പറയുക വയ്യായ്മ പോലെയൊക്കെ തോന്നി തുടങ്ങുക, പിറ്റേന്ന് ക്ലാസ്സിൽ പോകാനായിട്ടുള്ള ആ ഒരു മടിയും ടെൻഷനും ഒക്കെ തലേന്നേ കണ്ടുവരും. ഇനി അഥവാ കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലോ ആകെ ഒരു എന്താ പറയുക ഹൃദയമിടിപ്പ് കൂടുക, വിറയലുണ്ടാവുക, ഒരു നാണം, ഒരു ഷൈനസ് ഒക്കെ ഉണ്ടാവുക, ആകെപ്പാടെ തല കറങ്ങുന്ന പോലെ ബ്രീത്ത് ചെയ്യാനൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവുക, പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവുക, സംസാരിക്കുമ്പോൾ ആ ഒരു ഇടർച്ച ഉണ്ടാവുക. ഇതൊക്കെയാണ് വളരെ നോർമലായിട്ട് കണ്ടുവരുന്ന ഓരോ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇത് ഒരു തവണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, പക്ഷെ ഗ്രാജ്വലി ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കത് കൂടിക്കൂടി വരിക. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും എന്നെയാണ് നോക്കുന്നത്, എന്നെ നെഗറ്റീവായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചിന്ത എടുത്ത് മാറ്റുക. നമ്മൾ മറ്റുള്ളവരെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സെൽഫായിട്ട് കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ആരെയും തന്നെ പേടിച്ചിട്ട് ആ ഒരു നമ്മുടെ മാനസികാവസ്ഥ നഷ്ടപ്പെടുത്തി കളയേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല. മറ്റൊരു കാര്യം, ചിലപ്പോൾ അവർ നമ്മളെ നോക്കിയിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും അവർക്കുള്ളത്. പക്ഷേ നമ്മളവിടെ ചിന്തിച്ചിട്ട് അത് നെഗറ്റീവായിട്ട് വയ്ക്കും. നമ്മളൊരു ക്ലാസ് എടുക്കാമെന്ന് വെച്ചോ, എക്സാമ്പിൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ്, പക്ഷേ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം എന്നില്ല. ഒരു 50% ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ആ ശ്രദ്ധിക്കുന്നവരുടെ മനസ്സ് തന്നെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മളെ സ്റ്റെയർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 10% ആൾക്കാർ മാത്രം നമ്മളുടെ ആ ക്ലാസ് ഇഷ്ടപ്പെട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. ആ ക്ലാസ് ഇഷ്ടപ്പെട്ട് ശ്രദ്ധിക്കുന്ന ഒരു 10% ആൾക്കാരെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ളവർ നമ്മളെ തന്നെ ചിന്തിക്കുന്നവരായിരിക്കില്ല, നമ്മളെ സ്റ്റെയർ ചെയ്യുന്നതായിരിക്കില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിന് പല സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് കൂടുന്തോറും തന്നെ കോംപ്ലിക്കേഷൻസ് കൂടി വരുന്നുണ്ട്. ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഈ ഒരു പ്രശ്നം കാരണം വരുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം വളർത്തി വലുതാക്കിയിട്ട് പിന്നീട് അതിന് മരുന്ന് കഴിക്കുക, അതിന് തെറാപ്പി എടുക്കുക, ഇതൊക്കെയാണ് ഇന്ന് കണ്ടുവരുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഏജ് കൂടുന്തോറും നമുക്ക് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ആ പാരൻസും കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെ അത്യാവശ്യമാണ്. മുതിർന്നവരായാലും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പറയാൻ പറ്റുന്ന കുറച്ച് പേരോട് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ, കുട്ടികളെ ആയാലും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക. അവരുടെ പ്രശ്നം, അവരുടെ ആ ഒരു ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുക. അവർക്ക് നമ്മളെ കഴിയുന്ന രീതിയിൽ മോട്ടിവേഷനും കോൺഫിഡൻസും കൊടുത്തു കഴിഞ്ഞാൽ അവർ താനെ ഗ്രാജ്വലി അത് ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നുള്ളൂ. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അവരൊരു പക്ഷേ പറഞ്ഞില്ല എങ്കിലും പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അത് മനസ്സിലാക്കി എടുക്കണം. അത് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. കാര്യം നമ്മുടെ കൂടെ ഉള്ളവർക്കുള്ള ആ ഒരു പ്രശ്നം നമ്മൾ തന്നെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇന്ന് ഒരുപാട് ആൾക്കാരിൽ ഇത് വളരെ കുറവാണ്. ആരും തന്നെ സ്വന്തം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് കോൺഫിഡൻസിൻ്റെ ആ ഒരു കുറവ് കാരണം മടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നമ്മൾ നമ്മളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ ആ ഒരു ഡൗട്ട് കാരണം, ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് കാരണം നമ്മൾ പല കാര്യങ്ങളും മൂടിക്കെട്ടി വെക്കാറുണ്ട്. കോൺഫിഡൻസോട് കൂടി ഇരിക്കുക.
ഇപ്പോൾ ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, വളരെ അത്യാവശ്യമായിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്. പക്ഷെ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം എങ്കിലും നമ്മൾ പറയില്ല, കാരണം നമുക്ക് പേടിയാണ്. അറിയുന്ന ആ ഒരു കാര്യം വളരെ കോൺഫിഡൻറ്റോടുകൂടി എക്സ്പ്രസ് ചെയ്യുക. കാര്യം നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മുടെ ആ ഒരു അറിവും നമ്മൾ കൂടുതൽ അറിവിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ആ ഒരു അറിവ് കിട്ടും. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. കാര്യം നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ആ ഒരു ചുറ്റിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് പറയാൻ ആഗ്രഹമുള്ള ആ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് അവതരിപ്പിക്കുക. നമ്മൾക്ക് ആ ഇഷ്ടമുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് താനെ ബിൽഡപ്പ് ചെയ്ത് വരും. നമ്മൾ പെട്ടെന്ന് അറിയാത്ത ഒരാൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. വീട്ടുകാരായിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ മുന്നിൽ നമ്മൾ അതെന്താ പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോൾ അവർ നമ്മളോട് എന്താ അഭിപ്രായമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളത് നല്ല രീതിയിൽ സ്വീകരിക്കും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷനാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, ആദ്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ആ ഒരു മോട്ടിവേഷനാണ് നമ്മളെ പിന്നീട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. സോ സെൽഫ് മോട്ടിവേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് സാധിക്കും. ഈ പറയുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മളോട് തന്നെ പലവട്ടം പറയുമ്പോഴത്തേക്കും നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ ഉണ്ടായി. ഈ സെൽഫ് മോട്ടിവേഷനിലൂടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് തോട്ട്സ് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നല്ല ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഗുഡ് ബുക്സ്, നല്ല ബുക്സ് നമ്മൾ വായിക്കുക. നമ്മുടെ മൈൻഡിനെ എന്താ പറയുക, ക്ലിയർ ചെയ്യുന്ന, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായാലും മൂടിക്കെട്ടിയിരിക്കുന്ന നമ്മുടെ മൈൻഡിനെ എന്താ പറയുക, ബേസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ അപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ നല്ല ബുക്കുകൾ ഇന്നുണ്ട്. നമ്മുടെ ആ ഒരു കഴിവ്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആ ഒരു മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടും നമുക്ക് ആ ഒരു പേടി, ആ ഒരു ഉത്കണ്ഠ, പേടി, ഭയം, ഇവയൊക്കെ ഉള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് നമുക്ക് ഭയം തോന്നുന്ന അല്ലെങ്കിൽ വല്ലാണ്ട് ടെൻഷനൊക്കെ ആകുന്ന ഒരു സമയത്ത് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് CBT ആണ്, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഫീലിങ്സ്, തോട്ട്സ്, ബിഹേവിയർ ഇവയിൽ ഒരു മാറ്റം കൊണ്ടുവരാം. ഇവയെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് CBT എന്ന് പറയുന്നത്. ഇവിടെ കൊഗ്നിറ്റീവ് ട്രയാഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ സ്വയം എന്താ ചെയ്യുക, നമ്മളെ നെഗറ്റീവായിട്ട് കാണും. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാൻ കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവളാണ് എന്ന് നമ്മൾ സ്വയം നമ്മളെ പറ്റിയിട്ട് തന്നെ മോശമായിട്ടുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അത് ഫസ്റ്റിൽ വരുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്, അവരൊക്കെ എൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെന്നെ പറ്റിയിട്ട് എപ്പോഴും മോശമാണ് ചിന്തിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുന്നതാണ് സെക്കൻഡ് വണ്ണിൽ പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും കഴിയില്ല, എനിക്കൊരു നല്ല ഭാവിയില്ല, ഞാൻ ജീവിതത്തിൽ വിജയിച്ചവരല്ല എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുന്ന, ഭാവിയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഇതുപോലെ നെഗറ്റീവായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. സോ 3 രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു തെറാപ്പി ചെയ്യുന്നത്. അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ടൈപ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു സ്റ്റേജസ് വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു CBT ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുന്നത്. ഈ ഒരു CBT എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ളതല്ല. ആൻസൈറ്റി, മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ഇത് നല്ല രീതിയിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു തെറാപ്പി തന്നെയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ ആ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, സ്റ്റാർട്ടിങ്ങിലെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നവയാണ്. സോ സ്റ്റേജ് കൂടുന്നതോടെ നമ്മൾ ഇതുപോലെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് തെറാപ്പിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. സോ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും എടുക്കുക. നല്ല രീതിയിൽ ഇതിനെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി കണ്ടിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്